ഹായ് ഫ്രണ്ട്സ്, എങ്ങനെ ഒരു ട്രിപ്പ് സ്പോയിൽ ചെയ്തു എന്നുള്ളൊരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ എഡിറ്റ് ചെയ്തത് കെട്ടിയവനാണ്. തന്നപ്പോഴേ പറഞ്ഞു അത്ഭുതമൊന്നും സംഭവിക്കാൻ പോകുന്നില്ല, കാരണം വൈറലാവാനുള്ള കണ്ടൻറ്റൊന്നും ഈ വീഡിയോയിലില്ലെന്ന്. ഇതെന്നും കേൾക്കുന്നതായതുകൊണ്ട് എനിക്ക് വലിയ ഒത്തിരിയൊന്നുമില്ല. അതുപോലെ തന്നെ കുറേ നാളുകൾക്ക് ശേഷം ഭയങ്കരമായിട്ട് റിലാക്സ് ചെയ്തൊരു എന്താ പറയേണ്ട ട്രിപ്പായിരുന്നു ഇത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് വലിയ വീഡിയോയും ഫോട്ടോസും ഒന്നും എടുക്കാൻ പറ്റില്ല, കാരണം ആ സ്ഥലത്തിൻ്റെ ഒരു സൗന്ദര്യം എൻജോയ് ചെയ്യുമായിരുന്നു. യോർക്ക്ഷയർ ഡെയിൽസിലോട്ടാണ് പോയത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വില്ലേജ് ആയിരുന്നു അത്. ഇതുപോലൊരു ട്രിപ്പ് ഇതിന് മുന്നേ എനിക്ക് ഉണ്ടായിട്ടില്ല, കാരണം അത്രയ്ക്ക് ഞാൻ സങ്കടപ്പെട്ടിട്ടുമുണ്ട്, അത്രയ്ക്ക് ഞാൻ സന്തോഷിച്ചിട്ടുമുണ്ട്. അങ്ങനത്തെ ഒരു ട്രിപ്പായിരുന്നു. ട്രിപ്പെല്ലാം കഴിയാറായി ലാസ്റ്റ് ഡെസ്റ്റിനേഷനിൽ എത്തിയപ്പോൾ അവിടെ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നതിന് തൊട്ട് മുന്നെയാണ് മനസ്സിലായത് ദീപു ചേട്ടൻ്റെ ഫോൺ ഞാൻ കൊണ്ടുപോയി കളഞ്ഞു. എൻ്റെ അശ്രദ്ധ കാരണം ഞാൻ കൊണ്ടുപോയി കളഞ്ഞു. ഞാൻ സത്യം പറഞ്ഞാൽ ഭയങ്കര ഡെസ്പറേറ്റ് ആയിപ്പോയി, കാരണം 6 മാസം മുന്നെയാണ് ദീപു ചേട്ടൻ ആ ഫോൺ മാറ്റുന്നത്. എനിക്ക് ഭയങ്കര എന്താ പറയേണ്ട സങ്കടമായിപ്പോയി, കാരണം ഇൻഷുറൻസ് ഉണ്ട്, ഫോൺ വേറെ കിട്ടും, അതൊന്നുമല്ല. ദീപു ചേട്ടൻ്റെ എല്ലാ കോൺടാക്ട്സും, ദീപു ചേട്ടൻ്റെ ജോലിയുടെ കമ്പനിയുടെ എല്ലാ കാര്യങ്ങളും, ബില്ല്, അത് ഇത് ചപ്പ് ചവർ എല്ലാം ആ ഫോണിലാണ്. അപ്പോൾ എൻ്റെ അശ്രദ്ധ കൊണ്ടത് പോയി. അശ്രദ്ധ എന്ന് തന്നെ ഞാൻ പറയും. എൻ്റെ പ്രസൻസ് ഓഫ് മൈൻഡ് ഇല്ലാത്തത് കൊണ്ടാണ് ആ ഫോൺ പോയത്. അങ്ങനെ തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ എനിക്കങ്ങ് എന്ത് ചെയ്യണം എന്നറിയാൻ എനിക്കങ്ങ് സങ്കടം വരുന്നു. അപ്പോൾ ടീച്ചർ ചോദിച്ചു, നീ ലാസ്റ്റ് എവിടെ വെച്ച് ചോദിച്ചു, എവിടെ നിന്നാണ് എടുത്തതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ഉറപ്പുണ്ട് കാറിൻ്റെ മുകളിലാണ് വെച്ചത്, കാരണം തനു കരയാൻ നേരത്ത് അവളെ ഒന്ന് ഓക്കെ ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇറങ്ങി, ഇറങ്ങി അവളെ ഡോർ തുറന്നു, ഇതാക്കി സെറ്റ് ചെയ്തു. അപ്പോൾ അതിന് തൊട്ട് മുന്നേ ഞാൻ കാറിൻ്റെ മുകളിൽ വെച്ചു, എന്നിട്ട് ഞാൻ എടുക്കാൻ മറന്നു. എൻ്റെ ഫോൺ എടുത്ത് ഞാൻ ദീപുചേട്ടൻ്റെ ഫോൺ വിളിക്കാൻ പോയപ്പോഴത്തേക്ക് ഞാൻ ശ്രദ്ധിക്കുന്നു, ദീപുചേട്ടൻ്റെ ഫോണിൽ നിന്ന് എനിക്കും മെസ്സേജ് വരുന്നുണ്ട്, ക്രാഷ് ഡിറ്റക്ഷൻ അലേർട്ട് SOS വഴി. അപ്പോൾ ദീപുചേട്ടൻ എൻ്റെ ഫോണാണ് എമർജൻസി നമ്പറായിട്ട് കൊടുത്തിരിക്കുന്നത്, അതുകൊണ്ടാണ് അങ്ങനെ വന്നത്. അത് മാത്രമല്ല ഫോൺ കാറിൽ നിന്ന് വീണതാണ്. അപ്പോൾ അങ്ങനെ ഒരു അലേർട്ട് വന്നപ്പോൾ ഞങ്ങൾക്ക് ലൊക്കേഷൻ കിട്ടി. അങ്ങനെ ഞങ്ങൾ അവിടെ ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ നേരെ അവിടെ ചെന്നു അവിടെ ഫുൾ തിരഞ്ഞപ്പോൾ കിട്ടിയില്ല. അപ്പോൾ ടീച്ചർ പറഞ്ഞു, ഇനി എന്താണെങ്കിലും ഇത് കിട്ടാൻ പോകുന്നില്ല, നമുക്ക് തിരിച്ചു പോകാമെന്ന് പറഞ്ഞു. ഞങ്ങൾ തിരിച്ച് 20 മിനിറ്റ്സ് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ പോലീസിനെ കണ്ടു. അപ്പം ജസ്റ്റ് ഒന്ന് പറയാമെന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ ഇറങ്ങി. ജസ്റ്റ് ഇത് പറഞ്ഞപ്പോഴത്തേക്ക് അവർ പറഞ്ഞു, ഞങ്ങൾക്കും ക്രാഷ് ഡിറ്റക്ഷൻ വന്നിരുന്നു, ഞങ്ങൾ നിങ്ങളെ തപ്പി ആ ലൊക്കേഷനിൽ പോയിരുന്നു, പക്ഷേ ആരെയും കണ്ടില്ല, ഒരു ക്രാഷും ഞങ്ങൾ അവിടെ കണ്ടില്ല പറഞ്ഞു. അപ്പോൾ ഞാൻ സംഭവിച്ചത് എന്താണെന്ന് പറഞ്ഞപ്പോൾ അവരെന്നോട് പറഞ്ഞു, ഒന്നും കൂടെ പോയി ഒന്ന് തിരക്കി നോക്ക്, ചിലപ്പോൾ അവിടെ തന്നെ കാണും ഫോണെന്ന് പറഞ്ഞു. വീണ്ടും തിരിച്ചു പോയി അവിടെ ഫുള്ള് ഞങ്ങൾ ഫോൺ തപ്പി, എന്നിട്ട് കുറേ നേരം നോക്കി കിട്ടിയില്ല. പിന്നെ ഫോൺ വിളിച്ചപ്പോൾ ഒരു ലേഡി എടുത്തു. അവർ പറഞ്ഞു അവരുടെ ഹസ്ബൻഡിൻ്റെ കയ്യിൽ ഫോൺ കിട്ടി, സൈക്ലിങ്ങിന് പോയപ്പോൾ അവരുടെ വീട്ടിൽ വന്നാൽ ഫോൺ തരാൻ പറഞ്ഞു. അങ്ങനെ തിരിച്ചു പോയി, അവരുടെ താങ്ക്സ് ഒക്കെ പറഞ്ഞു, ഫോണൊക്കെ മേടിച്ചു. ഫോണൊക്കെ നോക്കി ഒരു പോറൽ പോലും പറ്റിയില്ല. അങ്ങനെ പിന്നെ അവിടുന്ന് ഹാപ്പി ആയിട്ട് തിരിച്ചു വന്നു. പക്ഷേ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ ഒരു അശ്രദ്ധയാണ്, ആ ഒരു പ്രസൻസ് ഓഫ് മൈൻഡ് ഇല്ലാത്തത് കൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ സംഭവിച്ചത്. ഒരു ട്രിപ്പ് പോകുമ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ചാൽ ട്രിപ്പ് സ്പോയിലാവില്ല. പിന്നെ ഫോൺ തിരിച്ചു കിട്ടിയതുകൊണ്ട് പിന്നെ നമുക്കതൊരു തമാശയൊക്കെ ആയി മാറി. പക്ഷേ അത് കിട്ടിയില്ലായിരുന്നെങ്കിൽ ഇപ്പം ഈ ഒരു ട്രിപ്പ് ഭയങ്കര ഒരു കുളമായേനെ. എന്തായാലും ട്രിപ്പ് സൂപ്പറായിരുന്നു. പിന്നെ ഓരോ ട്രിപ്പും ഓരോ മെമ്മറി ആണല്ലോ.